എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 26. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷൻ, അതിനായിട്ട് ഒരുപാട് പേര് വരുന്നു. അവരവരുടെ കിട്ടിയ സ്ഥാനത്ത് നിൽക്കുവാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓഡിയൻസും ഉണ്ട്. അവരൊക്കെ ഹായ് ഹോയ് എന്നൊക്കെ സൗണ്ടും ഉണ്ട്. വേറെ എംപയറിലെ ആൾക്കാരും വന്നിട്ടുണ്ട്. ജിഎം എംപയറിന്റെ ഭാഗമായിട്ടുള്ള മെയിൻ 3 പേര്, അതാണ് ഷിയോയനും ലിങ്ങും പ്രിൻസസും. അതുപോലെ ഫാമ ആൽക്കമിസ്റ്റ് പ്രസിഡന്റാണ് എന്ന് പറയാം. ഇതെല്ലാം നോക്കേണ്ട ചുമതല ഫാമയ്ക്കുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ട്, ഗോഹി ഒഴിച്ച്. അപ്പോഴേക്കും കൈബോട്ടും വന്ന് ഫാമ അത് കണ്ട് ഞെട്ടിപ്പോയി. ഐസ് എംപയറും എന്ന് പറഞ്ഞ് അടുത്തുള്ള ആൾ ഓടിപ്പോയി. ഔട്ടാണെങ്കിൽ സ്റ്റണ്ണായി. അങ്ങോട്ട് പിന്നെ ലാവ് വരുന്നു. അതിനുശേഷം അങ്ങോട്ട് യാവയി എന്നൊരു പെൺകുട്ടി വരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു. ഇതാരാണെന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രിൻസസിന്റെ എൽഡസ്റ്റ് സിസ്റ്ററാണ്. പ്രിൻസസ് യാൻ എന്ന് പറയാം, കാരണം അതൊരു പ്രിൻസസ് ആണ്. ഈ പ്ലേസിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് ഇപ്പോൾ അവൾക്കാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നവരെയൊക്കെ ഒഴിവാക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ. പ്രിൻസസ് യാൻ അവൾ നല്ലൊരു ഇന്റലിജന്റ് ആണ്. അങ്ങനെ മാച്ച് തുടങ്ങാമെന്ന് തീരുമാനിച്ച് ഫാമ പറയുന്നു, എന്താണ് ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അങ്ങനെ പോയി അവരോട് നിങ്ങളാണ് എംപയറിന്റെ മെയിൻ 3 ആൽക്കമിസ്റ്റ്, അതുകൊണ്ട് തന്നെ അവരെ മാസ് എൻട്രി കൊടുക്കണം എന്ന രീതിയിലാണ് സംസാരം. അതുപോലെ തന്നെ ചെയ്യുന്നു. ലിങ് അവിടെ നിന്ന് ചാടി പോകുന്നു, പ്രിൻസസ് ചാടി പോകുന്നു. ഷിയോയൻ മാന്യമായിട്ട് നേരെ പോകാൻ നിൽക്കുമ്പോൾ ലാവോ ഹൈബോട്ടങ്ങ് കേൾക്കെ പറയുവാണ്, എന്തോ പറയുന്നുണ്ട്. അത് കേട്ട് ഹൈബോട്ടങ്ങും ഒരു പവർ ഉപയോഗിച്ച് അവനെ താഴേക്ക് തള്ളിയിട്ട് എല്ലാവരും ഞെട്ടിയെങ്കിലും അവൻ എയർ കൺട്രോൾ ചെയ്തെന്ന് അപ്പുറത്ത് എത്തി. അതൊക്കെ കണ്ട് ഹെൻറാൻ ഇഷ്ടപ്പെട്ടവല്ല. ഇതേ സമയത്ത് പ്രിൻസസ് യാനിന്റെ സോൾജേഴ്സ് ചെക്കിങ്ങിന് പോയപ്പോഴാണ് അവിടെ ഒരാളുടെ ഡെഡ് ബോഡി കിടക്കുന്ന കാണുന്നത്. അത് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായി. എല്ലാവരും ഒരേ പിൽസാണ് ഉണ്ടാക്കേണ്ടത്. സമയത്തിനുള്ളിൽ ഉണ്ടാക്കി തീർത്താൽ, അത് നല്ല ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കി തീർത്താൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. ആ പിൽസ് ഉണ്ടാക്കേണ്ട റെസിപ്പി, ആ ബുക്ക് അവിടെ ഉണ്ട്, അത് നോക്കി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ് ഫാമ ഇത്ര സിമ്പിളായിട്ട് ഫസ്റ്റ് മാച്ച് വെക്ക് ഒന്നൊരു ഡൗട്ട് തോന്നി. കാരണം വലിയൊരു കോമ്പറ്റീഷനാണ്, ഇത്ര എളുപ്പം ഉണ്ടാക്കാൻ ഉള്ള ചാൻസ് ഇല്ല. അവൻ എന്തായാലും പർപ്പിൾ ഫയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി, ഓരോരോ ഇൻഗ്രീഡിയൻസ് വെച്ച്. ഫാമ തന്റെ ഒരു പവർ വെച്ച് നോക്കിയപ്പോഴാണ് ചൂ എംപയർ എന്നുള്ള ഒരു പെണ്ണ്, അവളുടെ പേരെന്നത് യാലി എന്നാണ്. അവളുടെ സോൾ പവർ വളരെയധികം കൂടുതലാണ് എന്നത് മനസ്സിലാക്കി. അത് പറയുമ്പോൾ ഞാൻ നോക്കാം എന്ന ഫാനും അല്ല ഫാമ അത് തടഞ്ഞു. കാരണം കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, പ്രശ്നമാക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ലാബ് ഒരു പവർ ഉപയോഗിച്ച് ആ ക്യാബ് മാറ്റി. ഒരു 7 വയസ്സുള്ള പെണ്ണ് ഇത്രയധികം പവർ എന്നതാണ്ട് 3 പേർക്ക് അതിശയം. ജിയാമ എംപയറിൽ ഇത്രയും സ്ട്രോങ് ആയ ആൾ ഉണ്ടായിരുന്നില്ലേ, ആൽക്കമിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ എന്ന് ലാബോ. അങ്ങനെ ഉണ്ടാക്കുന്നതിനിടയ്ക്കാണ് അടുത്തുള്ള ഒരുത്തന്റെ ആ പിൽസ് അത് പൊട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മിക്കുള്ളവരെ പൊട്ടി. ഇങ്ങനെ ചറവറ പൊട്ടി തീർക്കുന്നു. ഇതൊക്കെ കണ്ട് ചൂ എംപയറിലെ ആ പെണ്ണ്, അവളുടെ പേര് പറഞ്ഞല്ലോ യാലി അങ്ങനെ പറയാം, അവള് ചിരിക്കുവാണ്. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. റെസിപ്പി തന്ന അതേ രീതിയിലാണ് ഫോളോ ചെയ്തത്. ലിംഗം പ്രിൻസസിന്റെ പൊട്ടി, എന്നാൽ ഷിയോയന്റെ ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ പൊട്ടി. എന്നാൽ യാലിയുടെ മാത്രം ഒന്നും തന്നെ പറ്റിയില്ല. ഇതെന്താ എന്ന് എല്ലാവരും കുറച്ച് പേര് ചിന്തിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ബാക്കിയുള്ളവർ ഗീവപ്പ് തന്നെ ചെയ്യാതെ പിന്നെ ട്രൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഷിയോയാനെ ലിംഗം പ്രിൻസസ് ബെന്ന് ചെയ്യാൻ തുടങ്ങി. ആ പറഞ്ഞതുപോലെ ചെയ്തു, അത് പിന്നും പൊട്ടിത്തെറിച്ചു. ഇതിനിടയ്ക്ക് ആ ഇൻഫർമേഷൻ അതങ്ങ് എത്തിയിരുന്നു. പോകാൻ നേരം ലാവോനോട് പറയുന്നുണ്ട്. കണ്ടസ്റ്റന്റിന്റെ പേര് നോക്കുമ്പോഴാണ് ആ യാലി അവള് ചൂ എംപയർ എന്നുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവിടെ പോയിസൺ മാസ്റ്റേഴ്സ് ആണ് കൂടുതൽ. പിൽസ് ഉണ്ടാക്കാൻ നന്നായിട്ട് കഴിയും. അവള് ജിയാമ എംപയറിലെ ഉള്ളവര് എല്ലാവരും ലോസേഴ്സ് ആണ് എന്ന് പറഞ്ഞ് ചിരി. യാഫൈ എൻട്രാനും അവൾ വളരെ സ്ട്രോങ് ആണ് എന്ന് പറയുമ്പോഴാണ് പ്രിൻസസ് അവളോട് വഴക്കായി. എന്ന ഒരു മെന്റൽ പവർ ഉപയോഗിച്ച് പ്രിൻസസിനെ സ്റ്റണ്ണാക്കി കളഞ്ഞു. ഇത്രയധികം പവറോ എന്ന് വിചാരിച്ച് അവള് പിന്നെ ഒന്നും വേണ്ടിയില്ല. ഷിയോയാനാണെങ്കിൽ ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന ആ ചൂ എംപയറില്ല യാലി അവളുടെ പിൽസ് അത് പ്യൂരിഫൈ ആകാൻ വേണ്ടി തുടങ്ങി. അതിന്റെ സ്മെല്ല് അവിടെ ഉള്ളവർക്ക് സെൻസ് ചെയ്തു. ഈ പ്യൂരിഫൈ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പിന് മുൻപുള്ള ഒരു സ്റ്റേജ് ആണ്. ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ട് വേണ്ടല്ലോ, ഞാൻ തന്നെയൊക്കെ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. ഷിയോയനും ആലോചിച്ച് എന്തോ ഒരു മിസ്റ്റേക്ക് അത് ഇൻഗ്രീഡിയൻസിലുണ്ട് എന്ന് മനസ്സിലാക്കി. അതുപോലെ ഫോളോ ചെയ്യാതെ അവനൊന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പോഴാണ് എന്തോന്ന് അവന് സ്ട്രൈക്ക് ആയത്. പിന്നെ എല്ലാം കൂടി ഡയറക്റ്റ് ഇട്ടിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് ഒരുമിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റേതാണെങ്കിൽ ഓരോന്നോരോന്ന്, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട്. സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം എന്ന ഹെവൻലി ഫ്ലെയിം എടുത്തു. അതുകൊണ്ട് എല്ലാവർക്കും ഷോക്ക്. ഇവന് പ്യുവർ ഫ്ലെയിം, എങ്കിലും ഞാൻ തന്നെയാകും വിജയിക്കുക എന്ന് ടെൻഷനായിക്കൊണ്ട് യാലി അവന് ഹെവൻലി ഫ്ലെയിം അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവള് പിൽസ് ഉണ്ടാക്കി തീരാറായി എന്ന പോലെ നിൽക്കുവാണ്. ഷിയോയൻ അവൻ്റെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പുറത്തെടുത്തു. എന്നിട്ട് ഡയറക്റ്റ് ഫയർ അതിലേക്ക് കൊടുക്കണം. അതുകൊണ്ട് ഫാമ ഇത് മണ്ടത്തരമാണ് കാണിച്ചേ എന്ന് പറയുമ്പോൾ അവൻ അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. എന്നിട്ട് അതിലേക്കും വെച്ച് ഫസ്റ്റ് എനി ആകുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് യാലി വെച്ച്
എല്ലാവരും ഷിയോയെ ആദ്യം വെച്ചത് കണ്ട് കയ്യടി ബഹളം. ഫാമയ്ക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസം തന്നെയായത്. അവൾക്കാണെങ്കിൽ ഭയങ്കരധികം ദേഷ്യമായി. അപ്പോഴാണ് ആ ഒരു ഇൻഗ്രീഡിയൻസ് അത് വേണ്ട എന്ന് എല്ലാവരെ കാണിക്കുന്ന രീതിയിൽ കൊടുക്കുന്നത്. അത് അവർക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരും ചെയ്തും കഴിഞ്ഞു. എല്ലാവരും എന്ന് പറയുന്നത് ആ സമയത്തിനുള്ളിൽ ചെയ്ത. യാഫിയാണെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവൻ ജയിച്ചു. ആര് ജയിക്കുമെന്നാണ് ഊഹം. എന്താ സംശയം? യാൻഷാബ് തന്നെ. ഇന്നത്തെ മാച്ച് കഴിഞ്ഞ് ജയിച്ചവരെ റെസ്റ്റ് എടുത്ത് നാളെയാണ് ഫൈനൽ എന്ന് പറഞ്ഞു വിട്ട് അതിനുശേഷം തിരികെ പോകുമ്പോഴാണ് അവിടെ ഉള്ളവർ യാൻഷാബ് ജയിച്ചു എന്നത് പറഞ്ഞ് സന്തോഷത്തോടെ വരുന്നത്. ആൾറെഡി ജലസായി അവരെ അറ്റാക്ക് ചെയ്യുന്നത്. നീ എന്താ കാണിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അവളുടെ ഒരു വേറൊരു രൂപത്തിൽ വന്ന് അവരെ കൊല്ലുന്നത്. അങ്ങോട്ട് ഷിയോയൻ വരുമ്പോൾ യാഫൈ എൻറാനും പിന്നെ പ്രിൻസസ് യാനും വന്നിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നത്. ജയിച്ചതിൻ്റെ പാർട്ടുണ്ട് ആൽക്കമിസ്റ്റിനുള്ളവർക്ക് മാത്രമാണ് ഉള്ളത്. ഷിയോയനെ വിളിക്കുമ്പോൾ അവനില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു പോയി. പ്രിൻസസ് യാനാണെങ്കിൽ ഷിയോയനിലെ ഇംപ്രസ്സായി. ഒറ്റ ഫ്രെയിമിൽ 3 അങ്ങനെ പോകുമ്പോഴാണ് മറ്റേ പ്രിൻസസ് വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നത്. അങ്ങനെ നിലയ്ക്കാണ് ഒരുപാട് പേര് മരിച്ചെടുക്കുന്നത് അവർ കാണുന്നത്. അതുകൊണ്ട് ഷോക്ക്. അവരുടെ ഫ്രണ്ടിലായിട്ട് യാര് നിൽക്കുന്നു. ലിങ് ഇവരെ കൊന്നതിന് അതിനുള്ള പണിഷ്മെന്റ് നീ ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ അവരെ എല്ലാവരെയും കൊന്നത് ഞാനാണ് എന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു പവർ അത് ഉപയോഗിച്ച്. എന്നാൽ അതൊരു പവറല്ല, അത് പോയിസൺ ആയിരുന്നു. ഇവള് ഒരു പോയിസൺ മാസ്റ്ററാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് നീ കൂക്കിയുടെ ഡിസ്പ്ലേ അല്ലേ എന്ന് പറയുമ്പോഴാണ് അവരുടെ മുഖത്ത് എന്തൊക്കെ മാറ്റം വരാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അത് പെട്ടെന്ന് മാറുകയും ചെയ്തു. അത് ഷിയോയാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് ഈ ഹെവൻലി ഫ്ലെയിം വെച്ച് അറ്റാക്ക് എന്ന ഒരുത്തത് ഏറ്റുവാങ്ങി ആശ്വാസമായി പോയി. കരിഞ്ഞു പോയി എന്ന്. അതവളുടെയും പോയിസൺ എഫക്റ്റ് ആകാത്തതിൽ അവനിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അവനെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ട് എല്ലാവരും വരുന്നു എന്ന അടി വാങ്ങുന്നു. എത്ര ശ്രമിച്ചിട്ടും അവനെ തൊടാൻ പറ്റി അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ എല്ലാവരെയും സൈഡാക്കി. അതിന് മെയിൻ കാരണം ഹെവൻലി ഫ്ലെയിം തന്നെയാണ്. അപ്പോഴേക്ക് അവളെ എന്തോ ഒരു ഇലൂഷൻ പോലുള്ള അതെന്തോ യൂസ് ചെയ്ത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്ര നേരം അവർ ഒരു ഇലൂഷൻ വേൾഡിലായിരുന്നത് പോയിസൺ കാരണം. അവനാ എന്തോ ബ്രേക്ക് ചെയ്തതുപോലെ വരുമ്പോൾ എല്ലാം നോർമലായി. അവിടെ ആരും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ഡെഡായത് ആരും തന്നെ ഇല്ല. പ്രിൻസസ് എഴുന്നിട്ട് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു, ഇവിടെ എല്ലാവരും മരിച്ചടക്കുന്നത് വരെ. അപ്പോൾ ഷിയോനെ അവള് നിങ്ങൾക്ക് നേരെ പോയിസൺ ഉപയോഗിച്ച് അതാണ് അങ്ങനെ വന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടി ചെയ്തതാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. എന്ന് ഷിയോനെ അവിടെ ഡെഡ് ബോഡീസ് ഉള്ളതായിട്ട് തോന്നി. അതുവഴി ഒരുപാട് പേരും നടന്നു പോകുന്നുണ്ട്. ഇനി ഇതാണോ ഇലൂഷൻ വേൾഡ് എന്ന് അറിയില്ല. പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ ഒന്നും ചെയ്യാനും കഴിയില്ല. അത് കഴിഞ്ഞ് ഷിയോയൻ റൂമിലിരുന്ന മാസ്റ്ററിനെ രക്ഷിക്കാൻ എനിക്ക് ഒരേ ഒരു ഹോപ്പ് മാത്രമുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്തോ ഒരു ഫീല്, ഒരു ബാഡ് ഫീല് അവന് തോന്നി. അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരുമില്ല. എന്നാൽ പെട്ടെന്നാണ് അവന് കൊല്ലാനായിട്ട് റോബോട്ട്സ് അത് വന്ന് പിടിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പോയിസൺ ആക്കി. അതുകൊണ്ട് തന്നെ അവന് മുഴുവൻ ശ്രദ്ധ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവൻ മാക്സിമം മാറി പോകാൻ നോക്കുന്നു. എന്നാൽ കുറേ അടി വാങ്ങുകയും കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് അവനറിയില്ല. ആൾറെഡി ഷിയോഷാനിൻ്റെ കണ്ടതാണ്. അവനെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ വേറൊന്നും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടെന്നുള്ള നിന്നു. എന്നാൽ അപ്പോഴേക്കും ഹൈബോട്ടം വന്ന് എല്ലാത്തിനെയും ഫ്രീസാക്കി. അങ്ങനെ അതിനെ ഒരു സൈഡാക്കുമ്പോൾ ഷിയോയാനും ഒന്നിനെയും കൊണ്ട് താഴെ ഇറങ്ങി വന്നിട്ട് നന്ദി പറയുകയാണ്. എന്നാൽ അപ്പോഴേക്കും അത് പൊട്ടാനേരി തുടങ്ങിയതുകൊണ്ട് ഹൈബോട്ടോങ് അവനെ പിടിച്ചു മാറ്റിയിട്ട് ഷീൽഡ് വെച്ച് തടഞ്ഞു. അതുകൊണ്ട് ഷോക്കായി പോയി. ഇവരെന്തിനാണ് അവനെ കൊല്ലാൻ നോക്കിയതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഹൈബോട്ടോങ് ഇത് ചൂയമ്പർ എന്നുള്ളതാണ്, എനിക്ക് അവളെ എതിർക്കണം, അവളെ നിലയ്ക്ക് തന്നെ നിർത്തണം എന്ന് പറഞ്ഞു അവർ പോകുന്നു. അതിനുശേഷം യാഫയും ഷിയോഷാനും കൂടി നടന്നു വരുവാണ്. അപ്പോഴേക്കും അവിടെയുള്ള ഒരാൾ ഷിയോയാനും ഹൈബോട്ടോങ് രണ്ടുപേരും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അകത്തോടെ ഇരിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവരവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് യാഫൈ ഫാമിലി എൽഡറാകാൻ പോകുന്നു എന്നറിഞ്ഞതിൽ കൺഗ്രാറ്റ്സ് പറയുകയാണ്. ഷിയോയാൻ കഴിഞ്ഞ 3 വർഷം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്ന് ഇപ്പോൾ മുതൽ ഇമ്പീരിയൽ ക്യാപിറ്റലിലെ ഫേമസ് ആൽക്കമിസ്റ്റാണ്. നളൻ ഫാമിലിയിലെ നളൻജിയുടെ പോഴ്സൺ അവർ പോലും അറിയാതെ മാറ്റിയത് ഷിയോയാനാണ്. അത് കേട്ട് ഹാപ്പിയായി. ഇനി നിങ്ങൾ ഷിയോയാനെ കാണുമ്പോൾ ഒരുപാട് അതിശയിക്കും എന്നോട് പറയുന്നുണ്ട്. ഷിയോയാനെ ഹൈബോട്ടങ്ങ് പോകുമ്പോഴാണ് ആ യാലി അവളുള്ളത് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ. അതിന് ഹൈബോട്ടങ്ങ് ലാബ് അത് മുൻപേ കണ്ടുപിടിച്ചു. ഇനി ഫാമേനെ കൂട്ടി പോകുവാണ്. അവരുടെ പ്ലാൻ അത് തടയാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഷിയോയൻ അവളുടെ മുഖത്ത് അത് വന്ന മാറ്റം അത് ശ്രദ്ധിച്ചിരുന്നു. അത് ഓർത്തിട്ട് അവൾ വളരെ സ്ട്രോങ് ആണ്. ഒരുപാട് പവേഴ്സ് ഹൈഡും ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലാൻ വേറെ എന്തോണ്. ഇമ്പീരിയൽ സോൾജേഴ്സ് അവരെ ജയിച്ച ആൽക്കമിസ്റ്റിന് വേണ്ടി പാർട്ടികൾ നടക്കുന്നുണ്ട്. ഇനി ടാർഗറ്റ് അതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ അതിനു മുമ്പ് നമ്മൾ അവരെ തടയും എന്ന് പറഞ്ഞു നിൽക്കുവാണ്. എൻ്റെ ഷിയോയനെ എന്നാൽ നിങ്ങൾ വെക്കുക, എനിക്ക് അവിടെ പോകണം. ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് മിക്കവാറും എന്തെങ്കിലും ഒരു പണി വെച്ചിട്ടുണ്ടാകും എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഇനി രണ്ടുപേരും 2 വഴിക്ക് പോവാണ്. ഇതേ സമയത്ത് അവിടെ പാർട്ടി അത് നടക്കുകയാണ്. പ്രിൻസസ് എല്ലാവരെയും കൂട്ടി വിളിച്ച് അവരുടെ ജിയ മെമ്പറാണ് ഫസ്റ്റ് അടിക്കേണ്ടത്. ഈ ജിയ മെമ്പറിന്റെ ഫ്യൂച്ചർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ്
ഒരു സംസാരം അങ്ങനെ അത് നടക്കുവാണ്. വെളിയിലാണെങ്കിൽ സിയോൻ വിചാരിച്ചതുപോലെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യാനാവണം ഒരുപാട് റോബോട്ട്സ് അത് അങ്ങോട്ട് തന്നെ വരുവാണ്, അത് സ്പീഡിൽ. എന്നാൽ ഇതൊന്നും അറിയാതെ അവർ പാർട്ടി ഹൈബോട്ടോങ് ഫാമ ലാബ് ഇവർ മൂന്നുപേരും യാലിൻ്റെ ആ സ്ഥലത്തെത്തി. അവളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുവാണ്. ലാവ അപ്പോൾ അവളിവിടെ ഒരുപാട് സെൻസർ മറച്ചു വെച്ചിട്ടുണ്ട്. എങ്കിലും ആ റൂഫ് പൊട്ടിക്കാനായിട്ട് പോകുമ്പോൾ ഹൈബോട്ടങ്ങ് അത് തടഞ്ഞു. എന്നിട്ട് ഒരു പവർ ഉപയോഗിച്ച് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് അവളാണെങ്കിൽ നോർമൽ രീതിയിൽ ഓരോന്ന് ചെയ്യുവാണ്. ഒരു ഡൗട്ടും തോന്നുന്നില്ല. എന്നാൽ എപ്പോഴും അങ്ങനെ ആകില്ലല്ലോ. അവളുടെ മുഖത്തെ രൂപം അത് മാറാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് യഥാർത്ഥ രൂപം കാണിക്കുന്നത്. അത് മുൻപ് ഇടയ്ക്ക് നമ്മൾ കണ്ട ആൾ തന്നെയാണ്. ഇവരുടെ പേരുന്നത് യാൻലി എന്നാണ്. യാൻലി അത് കണ്ട ഉടനെ അവരെല്ലാവരും ഒന്നും നോക്കിയില്ല, അകത്തേക്ക് കയറി അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളോ എന്ന് പറഞ്ഞ് യാൻലി ഒന്ന് ഷോക്കായി. ഇത് ചൂ എംപയർ ആൽക്കമിസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തേ. ആ പിൽസ് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. എന്നാൽ അവരുടെ സ്റ്റുഡൻസിന് മാത്രമേ ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയും. നീ കള്ളത്തരം കാണിച്ച് കയറി, ഇത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അത് കെട്ടിച്ചിരിച്ചിട്ട് അവിടെ മുഴുവൻ പോയിസണാക്കി. ഈ സില്ലി ട്രിക്കാണോ എന്ന് ലാവോ ആ പറഞ്ഞതുപോലെ തന്നെ പാട്ട് നടക്കുന്ന സ്ഥലത്ത് അവിടെ പെട്ടെന്നാണ് ഒരുത്ത വന്ന് വീഴുന്നേ. അവ പോയിസണാക്കി പറ്റിച്ച് അവിടെ മുഴുവൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മയങ്ങി വീഴുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓടി പോകാനായിട്ട് നോക്കുന്നു. അപ്പോഴാണ് കാണുന്നത് ഒരുപാട് റോബോട്ട്സ് അവരെ ചുറ്റുവളഞ്ഞ്. ആദ്യം തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാം എന്ന് കരുതി എല്ലാവരും പോകുന്നു. എന്നാൽ ഒരുപാട് പേരെ അടിച്ച് കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. കൂടുതൽ പേർക്കും പരിക്ക് പറ്റി. അതുപോലെ പോയിസൺ അവർക്ക് അഫക്റ്റായി. അതുകൊണ്ട് തന്നെ അവരുടെ ഡൗക്കി അത് വീക്കാകുകയും ചെയ്തു. പ്രിൻസസിനെ കൊല്ലാനായിട്ട് എന്നാണ് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ പ്രിൻസസ് ആണ് ടാർഗറ്റ് എന്ന പോലെ. ബാക്കിയുള്ളവരാണെങ്കിൽ അങ്ങനെ അടി കൊടുത്തു. അപ്പോഴാണ് ഒരു മാസ് എൻട്രി കൊടുത്ത സിയോയെ ആ വന്ന എല്ലാവരെയും പറപ്പിച്ച്. അവരെ കണ്ട് അപ്പോഴാണ് അവർക്കൊന്ന് ആശ്വാസമായത്. എല്ലാത്തിനെയും പറപ്പിച്ചു. എങ്കിലും പിന്നെയും വരുന്നുണ്ട്. അതിനെല്ലാം അടിച്ച് ഒരു സൈഡിലോട്ടാക്കിയിട്ട് അവർക്ക് വേണ്ട ആന്റിഡോസ്, കാരണം പിൽസ് കഴിച്ചില്ലെങ്കിൽ അവരുടെ പോയിസനെ പറ്റായി, അത് വീക്കാണല്ലോ, അതുകൊണ്ട് തന്നെ കൊടുത്തു. അതിൽ മൂസന് കൊടുക്കുമ്പോൾ ഇത് ഈഗോ പറഞ്ഞു ഇത് വർക്കിംഗ് ആവോ എന്നാ അത് കളഞ്ഞ് വേണ്ടായിരുന്നു. അങ്ങനെ അടിക്കുന്നതിനിടയിലാണ് സിയോയെ ആ ബ്ലൂ കളർ അതിന്റെ കമാൻഡിലാണ് ഇവരെല്ലാവരും വരുന്നതെന്ന് മനസ്സിലായത്. അതിനെ ഇല്ലാതാക്കിയാൽ എല്ലാവരും തീരുമെന്ന് മനസ്സിലാക്കി. ലാബോ പോയിസൺ മാറ്റി. ആ സമയത്ത് ഹൈബൂട്ടം അവന്റെ കഴുത്തി കയറി പിടിച്ച് കൊല്ലാനായിട്ട് നിൽക്കുന്നു. എന്തിനാ ഈ വേഷം മാറി എന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ ജോലി ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ബാക്കിയുള്ളവരെ അടുത്ത ഫ്യൂച്ചറായവരെ എല്ലാവരെയും കൊല്ലാനായിട്ട് നോക്കും. നിങ്ങളുടെ ഇമ്പീരിയൽ ഫാമിലി അത് തകർക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ പ്രിൻസസിനെ കൊല്ലാൻ തന്നെയാണ്. അവരുടെ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് ഫാമ ടെൻഷനായി. അവർക്ക് ഇവിടെ നിന്ന് അങ്ങെത്താൻ ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ ടൈം എടുക്കും. ഇനി നിങ്ങൾ എങ്ങനെ അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ചൂ എംപയറിന്റെ മുന്നിൽ നിങ്ങളെ മുട്ടുകുത്തും എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുമ്പോഴാണ് അതേസമയത്ത് അവരുടെ ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ലാവോ അത് കേട്ട് ചിരിച്ചി. അപ്പോഴാണ് ഹൈബോട്ട് നമ്മളൊന്നും കാണാതെ ഇവിടെ വരില്ലല്ലോ. ഈ സമയം സിയോയെ അവരെല്ലാവരെയും മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായി പ്രിൻസസിനെ കൊല്ലാനായിട്ട് പിന്നെ അവർ വരുന്ന മെയിനായിട്ട് അവളെയാണ്. അങ്ങനെ നിൽക്കാണ് അങ്ങോട്ട് ഇമ്പീരിയൽ സോൾജേഴ്സ് കൊണ്ട് പ്രിൻസസ് ചെയ്യാൻ വരുന്നത്. അവർ വന്ന് ചറപറ എല്ലാത്തിനെയും കൊല്ലുവാണ്. അതിന് കാരണം അടിയിലുണ്ടായിരുന്ന ബ്ലൂ റോബോട്ടിനെ കൊന്നതോടെ. ഇനി ഒരാളും കൂടെ ഉണ്ട്, അവനാണ് മെയിൻ. അങ്ങനെ നിൽക്കുകയാണ്. പ്രിൻസസിന്റെ അടുത്തുള്ളത് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ സിയോയെ കണ്ട് രക്ഷിച്ചു. ആ ബ്ലൂ റോബോട്ട് അത് പൊട്ടിത്തെറിപ്പിക്കാനായിട്ട് ഉള്ള കമാൻഡ് കൊടുത്തെന്ന് മനസ്സിലായി. പിന്നെ സിയോയെ പ്രിൻസസ് യാനും കൂടി ആ റോബോട്ടുകളെ എല്ലാം അടിച്ചിട്ട് ആ ബ്ലൂ റോബോട്ടിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ആക്കാനായിട്ട് പോകണു. വരുന്ന എല്ലാത്തിനെയും നന്നായിട്ട് അടിച്ചിടുന്നുണ്ട്. അവരുടെ ടീം വർക്ക് തന്നെ വേണം. അവസാനം ഒരു സ്പേസ് കിട്ടിയപ്പോൾ ആ റോബോട്ടിനെ രണ്ടുപേരും കൂടെ ചേർന്ന് കൊന്നു കളഞ്ഞു. ലാവോ ഫാമയോട് ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ടതില്ല, ആൾറെഡി തുടക്കം തന്നെ നമുക്ക് ഈ പ്ലാൻ മനസ്സിലായിരുന്നു, അതാണ് അന്ന് വന്ന് പറഞ്ഞത്. അപ്പോഴേക്കും യാലിയുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് ഫൈനലിലേക്ക് കയറിയ ഞാൻ ജയിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ കൊന്നുവെന്നായിരിക്കും ഇനി ന്യൂസ് വരാൻ പോകുന്നത്. ലാവോയുടെ ഒറിജിനൽ രൂപം അത് വെച്ച് സീൻ ഇല്ലാതാകും എന്ന് പറയുമ്പോൾ അത് കടിച്ചിരിച്ചിട്ട് സംഭവം ബോഡി ചേഞ്ച് ചെയ്യിപ്പില്ലേ അത് ഉപയോഗിച്ചു. അതിന്റെ ലിമിറ്റ് എന്നത് 6 മാസമാണ്. അത്രയും നാള് എന്ത് വിചാരിച്ചാലും രൂപത്തിലേക്ക് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് സ്പ്രെഡ് ആവും, ഒരുപാട് കിങ്ഡങ്ങൾ നിങ്ങൾക്കെതിരെയാവും, അവസാനം ജിയാമ എംപയർ തകരും എന്ന് പറഞ്ഞ് ചിരിക്കണം. ഫാമയ്ക്ക് ഇതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നീ അധികം അഹങ്കരിക്കണ്ട, നീ മാച്ച് ജയിച്ചല്ലേ, നീ ജയിക്കുകയില്ല, നീ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് പറഞ്ഞ് പോകുന്നു. അവർ പോയതോടെ അവൾക്കാണെങ്കിൽ പ്ലാനെല്ലാം തകർന്ന് എന്നതിൽ ദേഷ്യം. ഇമ്പീരിയൽ സോൾജേഴ്സ് വന്ന് എല്ലാവരെയും കൊണ്ടുപോയി. മൂസാനെ വഴക്കുറയുന്ന പ്രിൻസസിനെ പ്രൊട്ടക്ട് ചെയ്യാത്തതിന് സിയോയാൻ കാരണമാണ്, ഇല്ലെങ്കിൽ ആ മരിച്ചനെ. അതുകൊണ്ട് പ്രിൻസസ് യാനും അവനത്ര സിമ്പിൾ അല്ല. എന്തിനേലും ലിംഗ് അവനോടുള്ള ദേഷ്യം മാറിയതുപോലെ, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായി ഡെട്ടായനെ.
അതിന് സിയോയെ നിങ്ങൾക്കറിയാമായിരുന്നല്ലേ ഞാനിന് ഈ റോബോട്ട്സ് ഇവിടെ വരുമെന്ന് മുൻപേ പ്രൊഡിക്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസസ് ഞാനേ അത് സമ്മതിച്ചു. എല്ലാവരെയും കൂട്ടത്തോടെ ചെറുക്കാനാണ് വെയിറ്റ് ചെയ്ത്. ലിങ്ങിന് അത് കേട്ട് ദേഷ്യം വന്ന് അവരെ യൂസ് ചെയ്തു എന്ന് ഓർത്ത് അവൻ ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോൾ ലിങ് നന്ദി പറയുവാണ്. ഓക്കെ അങ്ങോട്ട് ലാബോ ഹൈബോട്ടോ അങ്ങ് വരുന്നു, അവൻ തക്ക സമയത്ത് വന്ന് ഹെൽപ്പ് ചെയ്തത് എന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സംസാരം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.